നമസ്കാരം. ഇന്ന് യോഗി ആദിത്യനാഥ് അക്ഷരാർത്ഥത്തിൽ മമതാ ബാനർജിയെയും അഭിഷേക് ബാനർജിയെയും പഞ്ഞിക്കിടുകയായിരുന്നു. ഒരു കാലത്ത് ഉത്തർപ്രദേശ് ഗുണ്ടാരാജായിരുന്നു. ആ ഗുണ്ടാരാജിനെ എങ്ങനെയാണോ നേരിട്ടത് അതുപോലെ അടുത്തു വരുന്ന ബംഗാളിലെ BJP സർക്കാർ ഇതിനെ നേരിടും എന്നുള്ള കൃത്യമായിട്ടുള്ള പ്രഖ്യാപനമായിരുന്നു ഇന്ന് യോഗി ആദിത്യനാഥ് ബംഗാളിൽ പറഞ്ഞു വച്ചത്. ഇപ്പോൾ പശ്ചിമ ബംഗാൾ എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നതിന് വ്യക്തമായ ചിത്രം തന്നെ യോഗി ആദിത്യനാഥ് പറഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു. അതായത് കാബയെ സ്മരിക്കുന്ന രീതിയിലാണ്, കാബയാണ് ഈ പ്രദേശം, അതായത് മക്കയും മദീനയും അടങ്ങുന്ന ഒരു പ്രദേശമായി പശ്ചിമ ബംഗാളിനെ മാറ്റിയെടുക്കുവാനാണ് മമതാ ബാനർജി ശ്രമിക്കുന്നത് എന്നാൽ പശ്ചിമ ബംഗാളിൻ്റെ സംസ്കാരം, ബംഗാളിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് കലാബരിയുടെ, കാളിദേവിയുടെ സംസ്കാരമാണ്. ആ ഒരു ശക്തി സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന നാടാണ് പശ്ചിമ ബംഗാൾ. അവിടെയാണ് ദുർഗാപൂജയും രാമനവമിയും നിരോധിക്കുവാൻ, വിലക്കുവാൻ മമതാ ബാനർജി തയ്യാറായത്. അത് ഹിന്ദുക്കൾ ഒരു കാരണവശാലും മറക്കില്ല, പൊറുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മമതയുടെ നെഞ്ചകം തകർത്തുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു ഇന്ന് യോഗി ആദിത്യനാഥ് പശ്ചിമ ബംഗാളിൽ നടത്തിയത്. ആർട്ടിക്കിൾ 370 പിൻവലിക്കുമ്പോഴും GST നടപ്പിലാകുമ്പോഴും ഒക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് എതിർപ്പ് പ്രകടിപ്പിച്ച മമതയ്ക്ക് ഒരു കാരണവശാലും ജനോപകാരപ്രദമായ പദ്ധതികളിലല്ല താൽപ്പര്യമെന്നും അവനവൻ്റെ കീശ വീർപ്പിക്കാനും അതോടൊപ്പം തന്നെ ഭീകരവാദം നടപ്പിലാക്കുവാനുമാണ് മമത പ്രത്യേകമായി ശ്രമിച്ചിട്ടുള്ളത് എന്നും അത് മാത്രമല്ല, എങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഇടം കൊടുക്കുവാനുള്ള ഒരു സാധ്യത തുറന്നു വയ്ക്കുമോ, ആ ഒരു സാധ്യതയെ മുൻനിർത്തിക്കൊണ്ടാണ് മമതാ ബാനർജി ഇതുവരെയും ഭരണം നടത്തിയത്. ഷെയ്ഖ് ഷാജഹാൻ എന്ന് പറയുന്ന ഗുണ്ട ഭീകരവാദിക്ക് ഏത് രീതിയിലാണ് മമത അഭയം കൊടുത്തത് എന്ന് ബംഗാൾ ജനത കണ്ടതാണ്. 24 പരഗണയിലും സന്ദേശ് ഖാലിയിലുമൊക്കെ ഇയാൾ ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീകൾക്ക് നേരെ നടത്തിയ അതിക്രമങ്ങൾക്ക് മമതാ ബാനർജി കൂട്ടുനിൽക്കുകയായിരുന്നു. അതേ ഷെയ്ഖ് ഷാജഹാനെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് അതിൽ ദൃക്സാക്ഷി പറഞ്ഞ ആൾക്കാരെ അടക്കം മമതാ ബാനർജി കൊന്നുതള്ളുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ ആക്രമണം നടത്തുകയായിരുന്നു യോഗി ആദിത്യനാഥ്. മെയ് 4-ന് അവിടെ ബംഗാളിൽ ഒരു കാവിക്കടലായിത്തീരുന്ന ഒരു കാഴ്ചയായിരിക്കും മമതാ ബാനർജി കാണുവാൻ പോകുന്നത്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 91.83% മമതയെ പരാജയപ്പെടുത്തുവാനുള്ളൊരു വ്യക്തമായ ഒരു വോട്ടിംഗ് പാറ്റേണാണ് അന്ന് ആ സമയത്ത്, അതായത് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ജനം കാണിച്ചു കൊടുത്തതെങ്കിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് മമതയെ സംബന്ധിച്ചിടത്തോളം തിരിഞ്ഞു നോക്കുവാൻ, അതായത് മമതയ്ക്ക് ഒരു കാരണവശാലും ബംഗാളിൽ പിടിച്ചു കയറുവാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നു. 294 മണ്ഡലങ്ങളുള്ള പശ്ചിമ ബംഗാളിൽ ഇനി 142 മണ്ഡലങ്ങളിലാണ് അടുത്ത ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അക്ഷരാർത്ഥത്തിൽ മമതയെ ബംഗാളിൽ നിന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന ഒരു കാഴ്ചയായിരിക്കും ഇനി അടുത്ത രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് എന്ന യോഗി ആദിത്യനാഥ് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരു ബുൾഡോസർ രാജിനു വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സദസ്സിൽ നിന്ന് ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു, ഒച്ചത്തിൽ പറയുന്നുണ്ടായിരുന്നു, കരഘോഷം മുഴക്കുന്നുണ്ടായിരുന്നു. ഏപ്രിൽ 23-ാം തീയതിയാണ് രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പശ്ചിമ ബംഗാൾ. എന്തായാലും ഇക്കുറി മമതയ്ക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയായിരിക്കും പശ്ചിമ ബംഗാളിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള തരത്തിൽ ഈ കുടുംബാധിപത്യത്തിന് ഏൽക്കുന്ന ഒരു കനത്ത രീതിയിലുള്ളൊരു പ്രഹരം തന്നെയായിരിക്കും ബംഗാളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്. എന്തായാലും യോഗി ആദിത്യനാഥ് കണക്കറ്റ രീതിയിലുള്ള ഒരു പ്രഹരം തന്നെ മമതാ ബാനർജി ഏൽപ്പിക്കുന്നുണ്ട്. കാശിയും മധുരയും അടങ്ങുന്ന സാംസ്കാരിക ഭൂമിയാണ് ഭാരതം. ജനസംഖ്യയും അതോടൊപ്പം തന്നെ സാംസ്കാരികമായി ഭാരതത്തിന് സംഭാവന ചെയ്തിട്ടുള്ള നിരവധിയായിട്ടുള്ള ആൾക്കാർ ബംഗാളികളാണ്. സ്വാമി വിവേകാനന്ദനും അരബിന്ദ ഘോഷും രവീന്ദ്രനാഥ ടാഗോറും അടങ്ങുന്ന ഒരു വലിയ സംസ്കാരം
ബംഗാളിൽ നിന്നാണ് ഭാരതത്തിൽ ആസകലം ഒഴുകിയെത്തിയത്. ആ ബംഗാളിനെയാണ് മമത കാബയാക്കാൻ നോക്കുന്നത്. ഭീകരവാദികൾക്ക് അഭയം കൊടുത്തുകൊണ്ട് അതൊരു ഭീകരവാദ ഭൂമിയാക്കാൻ നോക്കുന്നത്. മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് മമത നടത്തുന്ന പദ്ധതികൾ മതഭീകരവാദമാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് പറയുകയായിരുന്നു യോഗി ആദിത്യനാഥ്. അത്തരത്തിൽ അക്ഷരാർത്ഥത്തിൽ മമതയെ ഞെട്ടിക്കുകയായിരുന്നു. എന്തായാലും ഏപ്രിൽ 23-ന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും മമതാ ബാനർജി എന്നേക്കുമായിട്ട് ബംഗാളിൽ നിന്ന് പിഴുതെടുത്ത് ദൂരെ കളയുന്നതിനുള്ള ജനങ്ങളുടെ ഒരു ബില്ലായിരിക്കും, ജനങ്ങളുടെ തീരുമാനമായിരിക്കും അന്ന് അവിടെ നടപ്പിലാകുവാൻ പോകുന്നത്. കഴിഞ്ഞ 15 വർഷത്തോളം കാലമായിട്ട് മമത പശ്ചിമ ബംഗാൾ ഭരിക്കുന്നു. അതിനു മുന്നേ CPM ആയിരുന്നു ഭരിച്ചിരുന്നത്. CPM ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിച്ചിരുന്ന ആ സമയത്തേക്കാൾ ക്രൂരമായ നിലയിലാണ് ഇപ്പോൾ പശ്ചിമ ബംഗാൾ മമത ഭരിക്കുന്നത്. ആദ്യം പശ്ചിമ ബംഗാൾ ഭരിച്ചിരുന്നത്, അതായത് മമതയ്ക്ക് മുന്നേ ഭരിച്ചിരുന്ന LDF സർക്കാർ എങ്ങനെയാണോ ഗുണ്ടാരാജ് നടപ്പിലാക്കിയത്, ആ ഗുണ്ടകളാണ് ഇപ്പോൾ മമതയുടെ കൂടെ നിന്നുകൊണ്ട് മമതയ്ക്ക് വേണ്ടിയിട്ട് കീചൈ വിളിക്കുന്നത്. അവർ ഈ തെരഞ്ഞെടുപ്പിനിടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അതൊക്കെ അടിച്ചമർത്തുവാൻ വേണ്ടിയിട്ട് കേന്ദ്രസേനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മുക്കിലും മൂലയിലും ഇപ്പോൾ കേന്ദ്രസേനയെ നിർത്തിക്കൊണ്ട് തന്നെയാണ് NDA മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മമതയ്ക്ക് ഇടം ബലം തിരിയുവാൻ പറ്റുന്ന ഒരു സാധ്യത പശ്ചിമ ബംഗാളിൽ ഐപാക്കിനെ മുൻനിർത്തിക്കൊണ്ട് മമത നടത്തിയ കള്ളപ്പണ നീക്കങ്ങളൊക്കെയും തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ പൊളിച്ചെടുക്കും. മമതയ്ക്ക് മേൽ ശക്തമായ അന്വേഷണം തന്നെ നടക്കും എന്ന തരത്തിലാണ്. എപ്പോൾ മമതാ ബാനർജിക്കെതിരെയുള്ള അന്വേഷണം നടക്കുമോ അപ്പോഴെല്ലാം അവർ നടത്തുന്നത് ഒരു മുഖ്യമന്ത്രി എന്ന പദവി മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഗുണ്ട എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയായിരുന്നു. പക്ഷേ ഇത്തവണ മമതയെ എന്തായാലും വെറുതെ വിടുവാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും മമതയെ ജനവും കേന്ദ്രവും ഒരുമിച്ച് ചേർന്ന് പൂട്ടും. അവരുടെ ഇനിയുള്ള കാലം ജയിലിലായിരിക്കും എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്ന് യോഗി ആദിത്യനാഥിൻ്റെ നാവിൽ നിന്ന് മമത കേൾക്കുന്നതും. അതോടൊപ്പം തന്നെ ജനം ഗ്രൗണ്ട് റിപ്പോർട്ടായിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ അവിടുന്ന് ജനം തരുന്ന റിഫ്ലക്ഷൻസും ഇങ്ങനെയാണ്. വളരെ കൃത്യമായ ഒരു വിലയിരുത്തൽ എന്തെന്നാൽ ഏകദേശം പകുതിയിലേറെ സീറ്റുകൾ തന്നെ സ്വന്തമാക്കിക്കൊണ്ട് ഈ 2 ടേമിലും NDA സർക്കാരിന് വിജയിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല തീരുമാനം തന്നെ, നല്ല ജനവികാരം തന്നെ പശ്ചിമ ബംഗാളിലുണ്ട്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഒരു നല്ല മെജോറിറ്റിയോടുകൂടി തന്നെ എല്ലാ ഇടങ്ങളിലും പകുതിയിലേറെ ഇടങ്ങളിലും BJP അവിടെ വിജയിക്കുകയും അധികാരത്തിലെത്തുകയും ചെയ്യുമെന്ന് തന്നെയാണ് പൊതുവിൽ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. മെയ് 4-ന് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടി മമത അവിടുന്ന് പുറത്ത് നിൽക്കേണ്ടി വരും. മമതയുടെ അവസാനത്തെ ഭരണമായിരിക്കും ഇപ്പോൾ കഴിയാൻ പോകുന്നത്. ഇനി മമതയ്ക്ക് ബംഗാളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നാണ് നമുക്ക് പൊതുവിൽ ഗ്രൗണ്ടിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ യോഗി ആദിത്യനാഥിൻ്റെ ഈ റാലിയിൽ ഉടനീളം കേട്ട ശബ്ദവും അതുതന്നെയായിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.